വെക്കേഷനൊക്കെ കഴിഞ്ഞെത്തിയിട്ട് ആദ്യത്തെ സൺഡേ ആണ്. അപ്പം ഓഫ് ആയതുകൊണ്ട് ഞാനൊന്ന് പള്ളി പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഓക്കെ, ഇപ്പം നമ്മളിതാ നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. റോഡ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ വലിയ തിരക്കൊന്നുമില്ല. ജസ്റ്റ് കാറുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. വേറെ പുറത്തോട്ട് നടക്കാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. ഇവിടെ ഞാനിവിടെ അവധിന് വന്നതിന് ശേഷം ഈ ഒരു ഏരിയ ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഒട്ടും തിരക്ക് കാണില്ല. എപ്പോഴും രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വണ്ടികൾ പോകുന്നതല്ലാതെ വേറെ ഇങ്ങനെ ഒട്ടും തിരക്ക് കാണില്ല. വളരെ റെയറായിട്ട് 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. അതും ചിലപ്പം ഡോഗ് വാക്ക് ചെയ്യാനായിരിക്കും. അല്ലാതെ അങ്ങനെ ആളുകളെ കാണാറേ ഇല്ല. പിന്നെ ചിലപ്പോൾ നൈറ്റ് ഞാൻ ഷിഫ്റ്റിന് പോകുന്ന സമയത്താണെങ്കിൽ ഇവിടെ നമുക്ക് അടുത്ത് വേറൊരു കെയർ ഹോം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് പോകുന്നവരും തിരിച്ച് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നവരും ഒക്കെ പോകുന്നതല്ലാതെ വേറെ അങ്ങനെ യാതൊരു തിരക്കും ഈ ഒരു ഏരിയ കാണില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു വഴി കൂടെ നടക്കുമ്പോൾ ഞാൻ ശരിക്കും നാട് മിസ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ വഴിയിലൊക്കെ എന്തോരം ആളുകൾ എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ. ഇവിടെ അത് വെച്ച് നോക്കുമ്പോഴും ശരിക്കും നമ്മൾ അയ്യോ എന്ന് നമുക്കൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ഞാൻ എപ്പോൾ നടക്കാൻ ഇറങ്ങിയാലും ആ ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ പള്ളിയിൽ പോകാനായിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സ് നടക്കണം. അപ്പം നമ്മൾ ആ ഒരു നടത്തത്തിലാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ ഇനി പള്ളിയുടെ അടുത്ത് എത്തിയിട്ടാവാം. അപ്പം നമ്മൾ ലാസ്റ്റ് നടന്ന് പള്ളി എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമാണ്. അപ്പം ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ. നമ്മുടെ നാട്ടിലെ കണക്ക് ഭയങ്കര ഡെക്കറേഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതാണ് നമ്മുടെ ചർച്ച്. ഓക്കെ, അപ്പം നമുക്ക് മാസ് കഴിയുമ്പോൾ കാണാം. അപ്പം ഞാൻ എന്താ മാസമൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഉള്ള റോഡാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിക്ക് 2 ചേർച്ചുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ലാറ്റിൻ മാസ് നടക്കുന്നത്. മറ്റേത് ചർച്ച് ഓഫ് സ്കോട്ട്ലാൻഡാണ്. പക്ഷേ ഇവിടെ ഒരു വൈറ്റ് ബ്രിഡ്ജുണ്ട്. അപ്പം അത് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് വൈറ്റ് ബ്രിഡ്ജ്. 1879 പണി കഴിപ്പിച്ചിട്ടുള്ള ബ്രിഡ്ജാണ്. ഇതിൻ്റെ പിന്നിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം മീൻസ് ഞാൻ ഒരു 2 വട്ടം മാത്രമേ ഈ വഴിക്ക് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ താഴെ കൂടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു അരുവി എന്ന് പറയായിരിക്കും അല്ലേ, അരുവിയുണ്ട്. പിന്നെ അവിടെ ദൂരെ നമുക്ക് ബീച്ചാണ് കാണുന്നത്. എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മുടെ വൈറ്റ് ബ്രിഡ്ജ്. ഇപ്പം റോഡൊക്കെ അത്യാവശ്യം കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഏകദേശം 11 മണിയായി. നമ്മളിനി അടുത്ത നമ്മുടെ ഷോപ്പിങ്ങിന് പോവുകയാണ്. മലയാളിക്കടയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മൈല് നമുക്ക് പോകണം. നമ്മൾ അടുത്തത് ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് ഓൺലൈനിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട് എൻ്റെ ട്രെയിനിന്. അപ്പം നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുവാണ്. അപ്പം നമുക്ക് എന്ത് ക്വയറ്റായിട്ട് കിടക്കുവാന്ന് നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ ആരുമില്ല. പ്രത്യേകിച്ച് സൺഡേ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് കിടക്കുവാണ്. നമ്മളിതാ പ്ലാറ്റ്ഫോം 2 പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. പക്ഷെ നമുക്ക് ട്രെയിൻ ലൈൻ ആപ്പിലൂടെ നമ്മൾ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഇനി വേറൊന്നുമില്ല. നമ്മുടെ ഫോണിൽ ടിക്കറ്റ് വരും, ജസ്റ്റ് അത് കാണിച്ചാൽ മതി. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. 10 മിനിറ്റ്സിന് ഇവിടെ വെയിറ്റിംഗ് ആണ്. നോക്കെ, നമ്മുടെ നാട്ടിൽ കൊല്ലത്തൊക്കെ ആണെങ്കിൽ എന്ത് തിരക്കാണെന്നറിയോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മുടെ ട്രെയിനിൻ്റെ 11:29 ട്രെയിൻ. അതെ, നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് കയറാൻ പോവാണ്. ഇതൊക്കെ ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഇതൊക്കെ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ.
We are now at Stonehaven. Hello and welcome on board this Alenia Azuma to Aberdeen. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ അക്കം. അപ്പം നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഒരു 20 മിനിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് അബദീൻ എത്താനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. എന്നെപ്പോലെ തന്നെ വേറെ ആരും അവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റോൺ ഹെവനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. CCTV is in operation at the service for your safety and security. If you see something that doesn't look right, വീടുകളൊക്കെ ഭയങ്കര അടുപ്പിച്ചടുപ്പിച്ചൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും അങ്ങനെ നമ്മുടെ നാട്ടിലെ കണക്കത്തെ ഒരു ഇൻറ്റിമസിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോഴത്തെ ഇവിടെ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിലേക്ക് ഫുഡ് നമുക്ക് കൊണ്ടുവരും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല നമ്മുടെ നാട്ടിലെ കണക്കിനെ വിളിച്ചിട്ട് കിടക്കണം ആ പരിപാടിയൊന്നുമില്ല. അവർ നമ്മുടെ ടേബിളിലേക്ക് ഫുഡ് കൊണ്ടുവരും. അപ്പം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കടലും വല്ലാതെ എന്താ പറയണ ശോഭിച്ചിരിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ ആളുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സണ്ണ് പുറത്ത് വന്നതുകൊണ്ട് ആ ഒരു വെട്ടമൊക്കെ വന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ എന്ത് രസമുണ്ടല്ലേ, പാട്ടിലൊക്കെ കാണുന്ന സ്ഥലം പോലുണ്ട്. അപ്പം നമ്മളിത് അബദീനെത്തി. ഇതാണ് നമ്മുടെ സിറ്റി. ഇവിടെയാണ് എല്ലാ ഷോപ്പിംഗ് സെൻറ്റേഴ്സും എല്ലാം ഈസിലി ആക്സസിബിൾ ആയിട്ട് നമുക്ക് ഇവിടെയാണ് ഉള്ളത്. ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന 2 ഷോപ്പേ ഉള്ളൂ. അതും ഒരു 45 മിനിറ്റ്സ് ഒരെണ്ണം 45 മിനിറ്റ്സ് ദൂരമുണ്ട്. അവിടെയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുവിധം അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഒരെണ്ണം ഒരു 15 മിനിറ്റ്സിലുണ്ട്. അവിടെ നിന്ന് യൂഷ്വലി ഞാൻ ആകെ പാല് മാത്രമേ മേടിക്കാറുള്ളൂ. കാരണം ബാക്കിയൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം വല്ലപ്പോഴും കൂടി ഒരു പെട്ടെന്നൊക്കെ ഒരു ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീർന്നു പോയാൽ പോവാം. പക്ഷെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങനെ പോവാറില്ല. എപ്പോഴും മലയാളി ഷോപ്പിൽ മാസത്തിലൊരിക്കൽ വന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ അവരുടെ ഫാമിലിയുടെ കൂടെ പോയിട്ട് മേടിച്ച് വയ്ക്കും. കാരണം നമുക്ക് ഞാൻ സ്റ്റോൺ ഹെവനിൽ നിന്ന് തന്നെ മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ നമ്മുടെ മലയാളി ഗ്രോസറീസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വന്നാണ് മേടിച്ച് വയ്ക്കാറുള്ളത്. അങ്ങനെ നമ്മളിതാ അബദീനെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പം നമുക്ക് ഷോപ്പിലോട്ട് പോകാം. അതിൻ്റെ മാപ്പ് ഇടണം. കാരണം സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഷോപ്പിൽ വരുന്നത്. അവിടെ ഫാമിലിയായിട്ട് ഒരുപാട് കൂടെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നുള്ള ശീലമുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് വഴി അറിയില്ല. ഇനി നമ്മൾ മാപ്പിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ യൂണിയൻ സ്ക്വയർ ഇതിനകത്താണ് നമ്മൾ ട്രെയിൻ ഇറങ്ങി ചെന്ന് കയറുന്നത്. ഒരു വലിയ ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമ്മളിത് ഷോപ്പിംഗ് മാളിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇവിടെ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്താൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അതായത് ടിക്കറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ടിക്കറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാവരും സ്കാൻ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം ഞാനിത് ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഇറങ്ങാൻ പോകാം കേട്ടോ. നമ്മളിത് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻസിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറൊരു വെൻഡിങ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് കയറി ഇതിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിനകത്ത് ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും എന്താ നമ്മുടെ ടേസ്റ്റിനെ കൊണ്ട് പറ്റിയ ഷോപ്സൊന്നുമല്ല. ഇവിടെ സേവനം അനുഷ്ഠിച്ചവരുടെ ലിസ്റ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെൻഡിങ് മെഷീൻസൊക്കെ ഉണ്ട്. ഇത് വേറൊരു സംഭവം ഫോട്ടോ മീ. ഇതിപ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടുത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അവരെ സൈസിന് എടുത്ത് തരും.
ഇവിടെ ഞാൻ ഒരു വട്ടം മാത്രമേ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തിട്ടുള്ളൂ, എൻ്റെ ഒരു PCCയുടെ ആവശ്യത്തിന്. അല്ലാതെ എപ്പോഴും ഹസ്ബൻഡിനൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും മറ്റേ ആവശ്യത്തിനൊക്കെ നമ്മൾ ഈ ഫോട്ടോമിൽ പോയിട്ട് ആണ് എടുത്തത്. ഇത് എല്ലാ ഷോപ്പിംഗ് മാളിലും വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കാണാറുണ്ട്. ഇതാണ് നമ്മുടെ യൂണിയൻ സ്ക്വയർ. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. മുകളിലും താഴെയായിട്ടൊക്കെ ഷോപ്സും കുറേ കഫേസും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അല്ല പോകേണ്ടത്. നമ്മളിതിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ മലയാളി സ്റ്റോറിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് പിന്നൊരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം. തൽക്കാലം നമ്മളിപ്പോൾ മലയാളി സ്റ്റോറിലേക്ക് പോവുകയാണ്. അപ്പം ഓക്കെ, യൂണിയൻ സ്ക്വയറിൽ നിന്ന് ഇറങ്ങി ഒരു 14 മിനിറ്റ് നടന്ന് നമ്മുടെ ഇന്ത്യൻ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. മലയാളി കടയെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യൻ ഷോപ്പ്. പക്ഷേ എങ്കിലും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ടപ്പോൾ തന്നെ എന്തൊരു സന്തോഷം. അതെ, നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതാ നോക്കൂ, നമ്മുടെ ജിലേബി എല്ലാം നമ്മൾ നോക്കി വെച്ചിരിക്കുവാണ്. കടല, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അരി, ഏത്തക്ക, എനിക്കവിടെ അത്യാവശ്യം എടുത്ത് പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് പോയിട്ട് കിട്ടിയില്ല. നമ്മുടെ ഫ്രോസൺ പത്തിരിയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തു. അപ്പോൾ നമ്മളൊരു ½ kg ചിക്കൻ ലിവർ എടുത്തു. ഇനി നമ്മൾ തേങ്ങ, ഫ്രോസൺ തേങ്ങ എടുക്കാൻ പോവാണ്. ഇതായിരിക്കും നമ്മുടെ സാധനം. നമ്മൾ ഫ്രോസൺ തേങ്ങ, പിന്നെ ഫ്രോസൺ വെണ്ടയ്ക്ക, ഇതൊക്കെയാണ് നമുക്ക് എടുക്കാനുള്ളതെന്ന്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ലിഡിലോട്ടാണ്. ഫ്രോസൺ ട്യൂണ, ഫ്രോസൺ ട്യൂണ ഞാനൊരു 2-3 പാക്കറ്റൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 1 മന്ത് വരെയൊക്കെ പോകും. നമ്മളിനി ഫ്രോസൺ ട്യൂണ മേടിക്കാനായിട്ടുള്ള യാത്രയിലാണ്. നമ്മളിത് ലിഡിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഇത് കൊള്ളാമല്ലോ, എന്തോ മരമൊക്കെ വെച്ചിട്ടുണ്ട്. സിട്രസ് ഫ്രൂട്ട്, ഓറഞ്ചാണ് കേട്ടോ. എന്ത് രസമായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫ്രോസൺ ചൂര മേടിക്കാനായിട്ട് നമ്മൾ വീടിലേക്ക് കയറുവാണ്. ഇവിടെ ഒന്നും കയറി നടന്ന് കാണിക്കാനുള്ള സമയമൊന്നുമില്ല, കാരണം പെട്ടെന്ന് വീട് വെക്കണം. ഓൾറെഡി ഞാൻ ടയേർഡായി. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് വീട് പറ്റുക. നമ്മുടെ ഫ്രോസൺ ട്യൂണയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പ്രോൺസ് ഉണ്ട്. പ്രോൺസ് ഞാൻ എടുക്കാറില്ല, എനിക്ക് അലർജിയാണ്. നമ്മുടെ ട്യൂണ എടുക്കാം. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ബില്ലിങ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്കാൻ ചെയ്ത് ബില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പകുതി യൂണിയൻ സ്ക്വയറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂണിയൻ സ്ക്വയർ, ഇതിനകത്തോട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ലാസ്റ്റ് നമ്മുടെ വീടെത്തിയിരിക്കുകയാണ്. ശരിക്കും ടയേർഡായി. ഇനി കുക്ക് ചെയ്യാനായിട്ടുള്ള ശക്തി എനിക്കുണ്ടോ എന്തോ. എന്തായാലും നമ്മളിതാ വീടെത്തിയിരിക്കുകയാണ് ഫൈനലി. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.